ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് മാറ്റമാണ് ഉടനെ തന്നെ കടന്നു വരാനായിട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ, ടു ഓഫ് കപ്സ്, ടെമ്പറൻസ് ആൻഡ് ദ ലവേഴ്സ് എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് സ്നേഹത്തിലുള്ള നിങ്ങളുടെ പേഴ്സൺ അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ആയിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ നിൽക്കുകയായിരിക്കും. അപ്പൊ എന്താണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങളെ വേണ്ട എന്ന് എത്രത്തോളം താല്പര്യമില്ലാതെയാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തിയ വ്യക്തിയാണെങ്കിൽ പോലും അവര് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വീണ്ടും ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു കണക്ഷൻ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എന്തൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവര് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്ന സമയമാണിത്. എല്ലാ രീതിക്കും നിങ്ങളുടെ ബന്ധത്തെ ആ ഒരു സ്നേഹം പരസ്പരം ഈക്വൽ ആയിട്ട് തന്നെ ആ ഒരു സ്നേഹം കൈമാറി ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബന്ധത്തെ ബാധിച്ചിരുന്ന ആ ഒരു ബാഡ് കർമാസ്, അതിപ്പോ തേർഡ് സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു ബാഡ് കർമ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പൂർണ്ണമായിട്ടും ആ ഒരു കർമ്മ അല്ലെങ്കിൽ ആ ഒരു ബാഡ് കർമ്മ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും വിട്ടൊഴിയുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. പകരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗുഡ് കർമ്മയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് എന്ത് മാറ്റമാണ് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളത് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പ്രിപ്പയർ ആവേണ്ടതാണ് എന്നൊരു ഗൈഡൻസ് ആണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയെ, ഈ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു എനർജിയെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം ഈ ഒരു യൂണിവേഴ്സിലേക്ക് 555 എന്ന ഏഞ്ചൽ നമ്പർ കമന്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം.